കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2024 വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയാണ്. ഈ ഹൈക്കോടതി വിധിയിലാണ് ഈ തലാഖ് എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്ക് കോടതി അംഗീകരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ അതിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയുന്നത്. ഈ പറയുന്ന സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് അതൊരു കുടുംബ കോടതിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഡിക്ലറേഷൻ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. 4 സ്റ്റെപ്പുകളാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഇൻട്രോ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ദ കോർട്ട് അസേർട്ടഡ് ദാറ്റ് ഓൺലി അപ്പോൺ ഫുൾഫില്ലിംഗ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ക്യാൻ എ ഡിവോഴ്സ് വയ തലാഖ് ബി ഡീംഡ് വാലിഡ്, allowing the husband to escape his marital obligations എന്നാണ് പറയുന്നത്. അതായത് ശരിയായ രീതിയിൽ ഒരു തലാഖ് എടുത്താൽ മാത്രമാണ് കല്യാണവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും ഒരു ഭർത്താവിന് കഴിവുകൾ പറയുവാനായിട്ട് സാധിക്കുള്ളൂ. ആ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് മീഡിയേഷൻ എഫേർട്സ് എന്ന് പറയുന്നത്. മീഡിയേഷൻ എഫേർട്സ് എന്ന് നമ്മൾ പറയാം. അതിന് താഴെ കോടതി പറഞ്ഞ കാര്യങ്ങൾ ആദ്യം പറയാം. ദ ഹസ്ബൻഡ് മസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് that attempts were made by representatives of both parties to reconcile differences. These efforts must be proven to have failed for reasons not attributed to the husband എന്നാണ് പറയുന്നത്. എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, മീഡിയേഷനാണ്. അതായത് ഒരു അനുരഞ്ജന ചർച്ചയാണ് നമ്മൾ നടത്തേണ്ടത്. ഈ അനുരഞ്ജന ചർച്ച നടത്തുന്ന സമയത്ത് ഭാര്യയുടെ വീട്ടിലുള്ള ആളുകളും ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആളുകളും കൂടി ചേർന്ന് ഒരു സ്ഥലത്ത് ഒത്തുചേരുകയും അവിടെ വെച്ചിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഭാര്യയിൽ നിന്നും ഡിവോഴ്സ് മേടിക്കുവാനായിട്ട് അല്ലെങ്കിൽ തലാഖ് എടുക്കുവാനായിട്ടുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഭർത്താവ് എന്ത് ചെയ്യണം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം, വിശദീകരിക്കണം എന്നാണ് പറയുന്നത്. ദീസ് എഫേർട്സ് മസ്റ്റ് ബി പ്രൂവൺ ടു ഹാവ് ഫെയിൽഡ് ഫോർ റീസൺസ് നോട്ട് ആട്രിബ്യൂട്ട് ടു ദി ഹസ്ബൻഡ്. ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഭർത്താവ് ഭാര്യയ്ക്കെതിരെ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും എന്ത് ചെയ്യണം, അവിടെ പ്രൂവ് ചെയ്ത് അതൊരു പേപ്പറിൽ എഴുതി അത് നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻ്റ് ആക്കി വെക്കണം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാലിഡ് കോസ് ഫോർ തലാഖ് എന്നാണ് പറയുന്നത്. ദ ഹസ്ബൻഡ് മസ്റ്റ് പ്രൊവൈഡ് എ വാലിഡ് റീസൺ ആൻഡ് ജെന്യുവിൻ കോസ് ഫോർ പ്രൊനൗൺസിങ് തലാഖ്. അതായത് തലാഖ് ചൊല്ലുവാനായിട്ടുള്ള ശരിയായ വാലിഡ് ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ജെന്യുവിൻ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അതിൽ മെൻഷൻ ചെയ്യുവാനായിട്ട്. ക്ലിയർ ആയില്ലേ? പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്, പ്രസൻസ് ഓഫ് ജസ്റ്റ് വിറ്റ്നസ്സസ് എന്നാണ് പറയുന്നത്. അതായത് തലാഖ് മസ്റ്റ് ബി പ്രൊനൗൺസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് 2 വിറ്റ്നസ്സസ് ഹു ആർ ജസ്റ്റ് ആൻഡ് ഇംപാർഷ്യൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തലാഖ് ചൊല്ലുന്ന സമയത്ത് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് 2 സാക്ഷികൾ വേണം, ഭാര്യയുടെ ഭാഗത്തു നിന്നും 2 സാക്ഷികൾ വേണം. ഈ സാക്ഷികൾ എന്ന് പറയുന്നത് സത്യസന്ധരായിരിക്കണം. അതുപോലെ തന്നെ ഈ മതപരമായ കാര്യങ്ങളിൽ അറിവുള്ള ആളുകളാവണം, പ്രായമുള്ള ആളുകളാവണം, ലോക പരിജ്ഞാനവും അനുഭവ സമ്പത്തുമുള്ള അവരൊക്കെയാണല്ലോ നമ്മൾ സാധാരണ സാക്ഷികളായിട്ടും അല്ലെങ്കിൽ അനുരഞ്ജന ചർച്ചയ്ക്കെല്ലാം കൊണ്ടുവരുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. ഇവരൊരിക്കലും ഒരാളുടെ സൈഡിൽ നിന്ന് സംസാരിക്കാത്ത ആളാവണം. അതായത് ഭാര്യയുടെ കൂടെ വരുന്ന ആൾക്കാർ ഭാര്യനെ സപ്പോർട്ട് ചെയ്തിട്ടോ ഭർത്താവിൻ്റെ കൂടെ വരുന്ന ആൾക്കാർ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പാടില്ല. ന്യായവും അന്യായത്തിനെയും അടിസ്ഥാനപ്പെടുത്തി മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, സംസാരിക്കുവാനായിട്ട് പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. നാലാമത്തെ പോയിന്റ് ഒബ്സർവൻസ് ഓഫ് തുഹൂർ എന്ന് പറയും. തുഹൂർ TUHR. അതായത് the pronouncement of talaq must occurs during the period of tur, that is between 2 menstrual cycles, without any sexual intercourses during this period. അതായത് ഭാര്യമാർക്ക് ഈ പീരീഡ്സ് ഉണ്ടല്ലോ, ആ പീരീഡ്സിൻ്റെ ഇടയിലുള്ള സമയത്തിനെയാണ് നമ്മൾ തുർ എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്, TUHR. അതിന് ഇടയിലാകണം എന്ത് ചെയ്യേണ്ടത്, ഈ തലാഖ് എന്ന് പറഞ്ഞ സംഭവം പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ആ ഒരു സമയത്ത് ഡ്യൂറിങ് ദിസ് പീരീഡ് അവിടെ എന്തുണ്ടാവാനായിട്ട് പാടില്ല, ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടാവാനായിട്ട് പാടില്ല. അതായത് പെണ്ണ് ഗർഭിണിയാവാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ചില കോടതികൾ ഈ തുറിന് പകരം
വാലിഡ് ഇദ്ദത്ത് പീരീഡ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒന്നാം തലാഖ് കഴിഞ്ഞിട്ട് ഒരു ചന്ദ്രമാസം ഇദ്ദ പീരീഡ്, അതായത് 27 ദിവസം. അത് കഴിഞ്ഞിട്ട് രണ്ടാം തലാഖ് ഒരു ഇദ്ദ പീരീഡ്. ദെൻ ഈ 1ഉം 2ഉം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ റിവോക്ക് ചെയ്യാം. റിവോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൂന്നാം തലാഖ് നമുക്ക് കൊടുക്കാം. ഇദ്ദ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ടും എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, വാലിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വാലിഡ് ആയിട്ടുള്ള ഈ തലാഖ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാമിലി കോടതിയിൽ കൊണ്ടുപോവുക. ഡിവോഴ്സ് ആക്ട് സെക്ഷൻ 7 പ്രകാരം കോടതിയിൽ നിന്നും മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം തെളിവുകൾ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, ഡിക്ലറേഷൻ മേടിക്കണം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. പേഴ്സണൽ ലോ പ്രകാരം ഡിവോഴ്സ് മാത്രം കിട്ടിയോണ്ട് കാര്യമില്ല. ഗാസി തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, ഫാമിലി കോടതിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം, ഡിവോഴ്സ് കിട്ടണം. അങ്ങനെ ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ 2008 മാരേജ് ആക്ട് പ്രകാരം അവിടെ പോയി പഞ്ചായത്തിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഭാര്യയുടെ സ്ഥാനത്തിൽ നിന്നും ആ പ്രസ്തുത വ്യക്തിയുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്താലാണ് ഇത് പരിപൂർണമായിട്ട് മാറുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇതുകൂടാതെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സുപ്രീം കോടതി നിയമപ്രകാരം CRPC 125 പ്രകാരം ഭാര്യയ്ക്ക്, ഡിവോഴ്സ് ആയിട്ടുള്ള ഭാര്യയ്ക്ക് രണ്ടാമത് കല്യാണം കഴിക്കുന്നത് വരെയോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഡെത്ത് സംഭവിക്കുന്നത് വരെയോ മുൻ ഭർത്താവിൽ നിന്നും മെയിൻ്റനൻസിനുള്ള തുക ഭാര്യയ്ക്കും കുട്ടികൾക്കും മേടിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. കാരണം സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് വിധി പ്രകാരം തെലങ്കാന ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കേസ് പ്രകാരം സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് ഏത് മതത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർക്ക് CRPC 125 പ്രകാരം ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു വൈഫിന് ഭാര്യയിൽ നിന്നും ചെലവിന് മേടിക്കാം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു പോയിന്റാണ്. ക്ലിയർ ആയില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. കൂടാതെ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, കോടതി പറഞ്ഞ പോയിന്റാണ്, ഞാൻ പറഞ്ഞ പോയിന്റ് അല്ല. നമ്മുടെ ഈ ഖുറാൻ പോലെയുള്ള ഹോളി ബുക്സുകളിലൊക്കെ തന്നെ പരസ്പരം കൂടി ചേർന്ന് പോകണം എന്ന് തന്നെയാണ് അതിലുള്ള പ്രവാചകന്മാരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ശരീഅത്ത് ലോ പ്രകാരമാണെന്നുണ്ടെങ്കിലും അതിൽ ചില കണ്ടീഷൻസ് ആപ്ലിക്കബിൾ ആണ് എന്നുണ്ടെങ്കിലും നമ്മുടെ CRPC പ്രകാരം ഭാര്യയ്ക്ക് ചെലവിന് ചോദിക്കാം. ഇപ്പോൾ CRPCക്ക് പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് BNSS 146(1) പ്രകാരമാണ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ചെലവിനുള്ള പണം മേടിക്കുവാനായിട്ടുള്ള അധികാരമുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതുമായി ബന്ധപ്പെട്ട്